ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററലിനെ പറ്റിയാണ്. എന്താണ് ക്വാഡ്രിലാറ്ററൽ? യെസ്, 4 സൈഡ്സ് ഉള്ള ഏതൊരു പോളിഗണെയും നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് വിളിക്കും. നമ്മൾ പലതരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പാരലോഗ്രാം, ട്രപ്പീസിയം, റോംബസ്, കൈറ്റ്. യെസ് നമ്മൾ പലതരത്തിലുള്ള ക്വാഡ്രിലാറ്ററലിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററൽസിൻ്റെ പലതരത്തിലുള്ള പ്രോപ്പർട്ടീസാണ്. നമുക്കറിയാം പാരലോഗ്രാമിന് 4 വശങ്ങളാണുള്ളത്. അതിൽ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് പാരലോഗ്രാം എന്ന പേര് വന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രമല്ല, പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് പാരലോഗ്രാമിൻ്റെ അഡ്ജസൻ്റ് ആംഗിൾസ് നമ്മൾ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടുന്നത് 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ പാരലോഗ്രാമിൻ്റെ ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യും. ഇവയെല്ലാമാണ് പാരലോഗ്രാമിൻ്റെ പ്രത്യേകതകൾ. ഇനി ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ട്രപ്പീസിയത്തിന് എപ്പോഴും 1 പെയർ പാരലൽ സൈഡ്സ് ഉണ്ടായിരിക്കും. പാരലൽ അല്ലാത്ത ബാക്കിയുള്ള സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസിലസ് ട്രപ്പീസിയം എന്നാണ് പറയുക. അടുത്തത് റോംബസ്. റോംബസിൻ്റെ എല്ലാ വശങ്ങളും ഈക്വൽ ആയിരിക്കും. റോംബസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. റോംബസിൻ്റെ ഡയഗണൽസ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഡയഗണൽസ് പരസ്പരം ബൈസെക്റ്റ് ചെയ്യും. അതും പെർപെൻഡിക്കുലർലി ബൈസെക്റ്റ് ചെയ്യും. അതുപോലെ റോംബസിൻ്റെ അഡ്ജസൻറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ അതിൻ്റെ സമ്മ് 180 ആയിരിക്കും. കൈറ്റിൻ്റെ പ്രത്യേകതയാണ് കൈറ്റിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് 2 പെയേഴ്സ് ഉണ്ടായിരിക്കും. അഡ്ജസൻറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള 2 പെയർ ഉണ്ടായിരിക്കും. അതുപോലെ കൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ്, ഒരു ജോഡി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഡയഗണൽസ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലോങ്ങർ ഡയഗണൽ ഷോർട്ടർ ഡയഗണലിനെ പെർപെൻഡിക്കുലർലി ബൈസെക്റ്റ് ചെയ്യും. ഇതെല്ലാമാണ് കൈറ്റിൻ്റെ പ്രത്യേകതകൾ. ഈ പറഞ്ഞ ക്വാഡ്രിലാറ്ററൽസ് കൂടാതെ നമുക്കറിയുന്ന മറ്റ് 2 ക്വാഡ്രിലാറ്ററൽ ആണ് സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ. സോ നിങ്ങൾക്കെല്ലാവർക്കും ക്വാഡ്രിലാറ്ററലിനെ പറ്റിയും അവയുടെ പ്രത്യേകതകളെ പറ്റിയും നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഇനി നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എന്തൊക്കെയാണ് പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, യെസ്, അഡ്ജസൻറ്റ് ആംഗിൾസ് ആർ അത് ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. സോ നമ്മൾ പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് കണ്ടു. ഇനി പാരലോഗ്രാമിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു പാരലോഗ്രാം ഉണ്ട്. പാരലോഗ്രാം PQRS. നമ്മൾ പേര് പറയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് റൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് പേര് പറയുക. സോ പാരലോഗ്രാം PQRSൻ്റെ ഏരിയയാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനു മുന്നേ നമുക്കറിയുന്ന മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് സഹായകരമാകുന്ന ഒരു കാര്യമാണ് ഇത്. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഹൈറ്റ്. സോ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല യൂസ് ചെയ്താണ് നമ്മൾ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത്. പാരലോഗ്രാം PQRSൻ്റെ ഒരു ഡയഗണൽ വരച്ച് നമ്മളതിനെ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. പാരലോഗ്രാം PQRS ഡിവൈഡ് ചെയ്താൽ, ഒരു ഡയഗണൽ ഉപയോഗിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ എന്താണ് കിട്ടുക?
2 ട്രയാങ്കിൾസ് ആണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ട്രയാങ്കിൾ PRS, അതുപോലെ തന്നെ ട്രയാങ്കിൾ PRQ. സോ പാരലോഗ്രാമിൻ്റെ ഏരിയ കാണുന്നതിന് പകരം ഈ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് അത് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ പാരലോഗ്രാമിൻ്റെ ഏരിയയും. സോ നമുക്ക് 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് അത് സമ്മ് ചെയ്താൽ എന്താണ് കിട്ടുക എന്ന് നോക്കാം. സോ പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടീസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 2 ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. സോ 2 ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. സോ 2 ഇൻറ്റു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫും 2ഉം ക്യാൻസലായി ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് ആൻസർ കിട്ടും. സോ പാരലോഗ്രാമിൻ്റെ ഏരിയ എന്താണ്? പാരലോഗ്രാമിൻ്റെ ബേസ് ഇൻറ്റു പാരലോഗ്രാമിൻ്റെ ഹൈറ്റ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ ഒരു പാരലോഗ്രാം തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് 12 മീറ്ററാണ്, ഹൈറ്റ് 5 മീറ്ററാണ്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഈക്വൽ ടു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് 12 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ. സോ 12 ഇൻറ്റു 5 ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഏരിയ ഓഫ് പാരലോഗ്രാം ഈക്വൽ ടു 60 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് റോംബസിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. സോ റോംബസിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ കണ്ടു. എന്തൊക്കെയാണ് റോംബസിൻ്റെ പ്രോപ്പർട്ടീസ്? റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. റോംബസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതുപോലെ റോംബസിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. പിന്നെയോ ഡയഗണൽസ് പെർപെൻഡിക്കുലറി ബൈസെക്റ്റ് ചെയ്യും. അതുപോലെ അടുത്തടുത്തുള്ള ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആണ് അല്ലേ? ആഡ് ചെയ്യുമ്പോൾ 180 ആണ് കിട്ടുക. സോ റോംബസിൻ്റെ ഈ പ്രത്യേകതകളൊക്കെ നമുക്ക് അറിയാം. ഇനി റോംബസിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. റോംബസിനെ 2 ഡയഗണൽസ് യൂസ് ചെയ്ത് ബൈസെക്റ്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുക. സോ 2 ഡയഗണൽസ് യൂസ് ചെയ്ത് ബൈസെക്റ്റ് ചെയ്യുമ്പോൾ അവിടെ 4 ട്രയാങ്കിൾസ് ആണ് രൂപപ്പെടുന്നത്. സോ 4 ട്രയാങ്കിളിൻ്റെയും ഏരിയ കണ്ടെത്തിയാൽ നമുക്ക് റോംബസിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. സോ ഏരിയ ഈക്വൽ ടു 4 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. സോ 4 ഇൻറ്റു ട്രയാങ്കിൾ AOBയുടെ ഏരിയ എങ്ങനെ കാണും? ഹാഫ് ഇൻറ്റു AO ഇൻറ്റു OB ഈക്വൽ ടു 4 ഇൻറ്റു ഹാഫ് ഇൻറ്റു AOയ്ക്ക് പകരം നമുക്ക് എങ്ങനെ എഴുതാം? AO ഡയഗണൽ D1ൻ്റെ ഹാഫാണ്. സോ AOയ്ക്ക് പകരം ഹാഫ് D1 എഴുതാം. അതുപോലെ OBക്ക് പകരം ഹാഫ് D2 എന്ന് എഴുതാം. സോ ഈക്വൽ ടു ഹാഫ്, എല്ലാ ഹാഫും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1/8 എന്ന് കിട്ടും. 4 ഇൻറ്റു 1/8 ഇൻറ്റു D1 ഇൻറ്റു D2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 4ഉം 1/8 ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2 ഇൻറ്റു D1 ഇൻറ്റു D2. ഇനി നമുക്ക് റോംബസിൻ്റെ ഏരിയ കണ്ടെത്തുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന റോംബസിൻ്റെ ഒരു ഡയഗണൽ ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ആണ്, ഒരു ഡയഗണൽ ലെങ്ത്ത് 16 സെൻറ്റിമീറ്റർ ആണ്. സോ ഈ റോംബസിൻ്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടെത്തും? നമ്മൾ പഠിച്ചു ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. ഇവിടെ D1 12 സെൻറ്റിമീറ്ററും D2 16 സെൻറ്റിമീറ്റർ ആണ്. സോ ഏരിയ എത്രയായിരിക്കും? ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 16 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും 96 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ തനിയെ കണ്ടെത്തി നോക്കുക. This is called a trapezoid or trapezium, whose one pair of opposite sides are parallel. To find its area, let's divide it into 3 shapes. The height of each shape is the distance between the parallel sides.